ഹലോ ഡിയർ ഫ്രണ്ട്സ്, പവിത്ര സീരിയലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശി വേദനയും വിക്രത്തിനെയും ഒരു റൂമിലാക്കിയിട്ട് തിരിച്ചു പോവുകയാണ്. പക്ഷേ മുത്തശ്ശി അവിടെ നിന്ന് പോകുന്നില്ല. പോയി എന്താണെങ്കിലും നമ്മുടെ സിറ്റൗട്ടിൻ്റെ അവിടെ ഉമ്മറപ്പടിക്കൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ വാതിലൊക്കെ അടച്ചിട്ട് കിടക്കുകയാണ് നമ്മുടെ വേദയും വിക്രവും. അപ്പോഴത്തേക്കിന് വേദ ഇങ്ങനെ കിടന്നതും ഉറങ്ങിയതുപോലെ അഭിനയിക്കുന്നുണ്ട്. വിക്രം അപ്പോഴത്തേക്കിന് വിക്രത്തിന് ഒരു പണി കൊടുത്താലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി പോകാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, കഥ തുറന്നിട്ട്. അപ്പോൾ കഥ തുറന്ന് പോകാൻ നോക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശി അവിടെ ഇരിക്കുന്നതാണ് വിക്രം കാണുന്നത്. എന്നിട്ട് തിരിച്ച് വന്ന് വീണ്ടും ബെഡിലിങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പം എന്താണെങ്കിലും മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇവർക്കൊട്ടൊരു പണി കൊടുത്താലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ വേദയുടെ നേർക്ക് കാല് നീട്ടിയിട്ട് ഒറ്റ തൊഴി തന്നാലുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ വേദ ഉറങ്ങാതെ കിടക്കുന്നതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിട്ട് തൊഴിക്കാനായിരുന്നല്ലേ പ്ലാൻ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് വിക്രം നമ്മുടെ കട്ടിൽ കയറി കിടക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വേദ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇത്രയും പണിയൊക്കെ കാണിച്ചാലേ അന്ന് ഒരു പണി കൊടുത്താലോ, വെറുതെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും തിരിഞ്ഞ് കിടന്നിട്ട് കൂർക്കം വലിക്കുകയെ. അപ്പോൾ ഇത്രയും ദിവസം കൂർക്കമൊന്നും വലിക്കുന്നില്ലായിരുന്നല്ലോ, അപ്പം ഭയങ്കര സൗണ്ടിൽ അങ്ങ് കൂർക്കം വലിക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ വിക്രം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുവേ. കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് സൗണ്ടൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിക്രം ഇങ്ങനെ തിരിഞ്ഞ് നോക്കുവേ. എന്നിട്ട് തൊട്ട് താഴോട്ട് തന്നെയാണ് കേട്ടോ ആദ്യം നോക്കുന്നത്. ഇവിടെ ഇല്ലല്ലോ, എവിടെ പോയി എന്നിങ്ങനെ ഇങ്ങനെ പറയുവേ. മനസ്സിലാണ് പറയുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ നേരെ നോക്കുമ്പോഴത്തേക്കിന് എണീച്ചിരിക്കുകയാണ് കേട്ടോ വേദ. ഞാൻ ഇങ്ങനെയാണ് കൂർക്കം വലിക്കുന്ന വിക്രമാദിത്യ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. എടി പെരുങ്കാളി, നീ ഉറങ്ങിയില്ലായിരുന്നല്ലേ, നീ അഭിനയിക്കുമായിരുന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവേ. അങ്ങനെ നമ്മുടെ വേദയോട് വെറുതെ ഒന്നുമല്ല സംസാരിക്കുന്നത് കേട്ടോ. അപ്പം നീ അഭിനയിക്കുമായിരുന്നല്ലേ എടി, വേദാളവെന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പം നമ്മുടെ വേദ ഇങ്ങനെ പറയുന്നുണ്ട്, അതേടെ വെട്ടുപോത്തേ എന്നൊക്കെയാണ് പറയുന്നതൊക്കെ കേട്ടോ. അപ്പോഴത്തേക്കും നിനക്ക് തൊറ്റൊന്ന് തന്നാൽ മതി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാല് പൊക്കുമ്പോഴത്തേക്കിനും അച്ചമ്മേ എന്ന വേദ വിളിക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ വിക്രം പുതപ്പ് മൂടി പുതച്ചിട്ട് കിടന്നുറങ്ങുവേ. എന്നിട്ട് പിന്നെ നമ്മുടെ വേദ ചിരിച്ചുകൊണ്ടൊക്കെ കിടന്നുറങ്ങും കേട്ടോ. പിന്നെ നേരം വെളുത്തേ അപ്പോഴത്തേക്കും നമ്മുടെ വിനായകൻ ഇങ്ങനെ ബാഗ് പാക്ക് ചെയ്യുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദിനി ആണെങ്കിൽ വെറുതെ മിണ്ടാതിരിക്കുവാണേ. നീ എന്താ ഒന്നും പാക്കൊന്നും ചെയ്യാത്ത, നീ പോകുന്നില്ലേ എന്ന് ചോദിക്കേ. ഞാൻ വരുന്നില്ല, എന്നെ ആ തളയ്ക്ക് കണ്ടുകൂടല്ലോ എന്നിങ്ങനെ പറയേ. അന്നേരം നമ്മുടെ വിനായകൻ പറയുന്നുണ്ട്, എടി നിന്നോട് മാത്രമല്ല എല്ലാവരോടും അങ്ങനെ തന്നെയല്ലേ. അപ്പം നമ്മുടെ നന്ദിനി പറയേ, അതെ എല്ലാവരോടും ഒരുപോലെ തന്നെയാണ്, നിങ്ങളെ പിന്നെ എത്ര നാണം കെടുത്തിയാലും നിങ്ങൾക്കൊരു പ്രശ്നവും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുവേ. എടി അച്ഛൻ മുകളിൽ വെച്ചിട്ടൊന്നും പറയുന്നതല്ല, വിശ്വേട്ടനെ തന്നെ എന്തൊക്കെ പറയുന്നതാണ് നീ കേൾക്കുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുവേ. പക്ഷേ നിങ്ങളുടെ അനിയൻ വിക്രത്തിനെ പറയുന്നില്ലല്ലോ, അവനുണ്ടാക്കിയിടത്തോളം പ്രശ്നം നിങ്ങളാരും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഇല്ലല്ലോ അല്ലേ. അതിന് വിക്രം ഇങ്ങനെ നടക്കുന്ന കാര്യം അച്ചമ്മയ്ക്ക് അറിയത്തില്ലല്ലോ എന്നിങ്ങനെ പറയേ. അപ്പം നമ്മുടെ നന്ദിനി പറയുകയാണ്, അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ പട്ടിക്കുട്ടിയുടെ പേര് വരെ ആ തള്ളക്കറിയാം, പിന്നെയല്ല ഇത് എന്നിങ്ങനെ പറയുവേ. അപ്പം നമ്മുടെ വിനായകൻ ചോദിക്കുക, അതിന് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ പട്ടി ഉണ്ടോ എന്ന് ചോദിക്കുക. അതായത് നമ്മുടെ നന്ദിനി പറയും കേട്ടോ, ഒരുമാതിരി വളിച്ച് തമാശയായിട്ട് വരുവരുത്, അല്ലെങ്കിൽ തന്നെ എൻ്റെ പിരി പൊട്ടിയിരിക്കുക എന്നൊക്കെ പറയും കേട്ടോ. അപ്പം നമ്മുടെ വിനായകൻ പറയുകയാണ്, ശരി സമ്മതിച്ച്, നിനക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദിനി പറയും, എനിക്കിപ്പോൾ ആ തള്ളയുടെ കൂടെ ടൂർ വരാൻ മനസ്സില്ല. എടി പൊട്ടിക്കാളി, 2 ദിവസം ആ തള്ളയുടെ ചിലവിൽ അടിച്ച് പൊളിച്ച് നടക്കുന്നതിന് നിനക്കെന്താ ഇത്ര കുഴപ്പം എന്ന് ചോദിക്കുവേ. അങ്ങനെയെങ്കിൽ അവരുടെ കുറച്ച് കാശ് പൊട്ടിക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യല്ലേ വേണ്ടതെന്ന് ഇങ്ങനെ വിനായകൻ പറയുന്നുണ്ട്. പിന്നെ ആ തള്ള അങ്ങനെയൊക്കെ പറയും, ആ തള്ള ഒരു കാശ് പോലും മുടക്കത്തില്ല. ലാസ്റ്റ് പറഞ്ഞ് വിനായേട്ടൻ്റെ പോക്കറ്റിൽ നിന്ന് തന്നെ ആ കാശെല്ലാം പോവുകയും ചെയ്യും, നോക്കിക്കോ എന്നിങ്ങനെ പറയുക. അപ്പോൾ നമ്മുടെ വിനായകൻ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയടി? നാളെ പോകുമ്പോൾ നോക്കിക്കോ, അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് ചിലവാക്കിയാൽ അച്ഛൻ എന്തായാലും മുദ്രത്തില്ല. വലിയ അഭിമാനിയാണല്ലോ. വിശ്വേട്ടൻ്റെ കയ്യിലാണെങ്കിൽ ഒന്നും കാണത്തുമില്ല, താഴെ ഉള്ളതിനോടാണെങ്കിലും ഒട്ട് ചോദിക്കത്തുമില്ല. എന്ത് പറഞ്ഞാലും ഞാൻ ചില്ലി കാശ് മുടക്കത്തില്ല എന്നിങ്ങനെ വിനായകൻ പറയുമ്പോഴത്തേക്കിനും നന്ദിനി പറയേ, ഉറപ്പാണല്ലോ അല്ലേന്നിങ്ങനെ ചോദിക്കുവേ. KP കുറിക്കമ്പനിക്കാർ പറ്റിച്ചതിന് ശേഷം നമ്മളാകെ തകർന്നിരിക്കുകയല്ലേ, നമ്മുടെ കയ്യിൽ എവിടെ നിന്നാണ് കാശ്? അപ്പോഴത്തേക്കും നന്ദിനി ഇങ്ങനെ നോക്കും കേട്ടോ. അന്നേരം പറയേ, നീയാണ് ഉറപ്പ്, ചില്ലിക്കാശ് ഞാൻ ചിലവാക്കത്തില്ല എന്ന് പറയേ. എന്നാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നിങ്ങനെ പറയുക. എന്നിട്ട് ആ വാക്കിൽ തന്നെ നമ്മുടെ വിനായകൻ പറയുന്നുണ്ട്, എടി നന്ദിനി, നീ ഇങ്ങനെ അകലം കാണിക്കാതെ ആ തള്ളയായിട്ടൊന്ന് അടുക്കാൻ നോക്ക്, ഈ യാത്ര അതിനുള്ള വഴിയായിട്ട് നോക്ക്. കാശായിട്ടും സ്വർണ്ണമായിട്ടൊക്കെ കുറച്ചൊക്കെ ആ തള്ളയുടെ കയ്യിലുണ്ട് എന്നിങ്ങനെ വിനായകൻ പറയുന്നുണ്ട്. അഭിമാനം കൊണ്ട് അച്ഛൻ ഇതൊന്നും ചോദിക്കാൻ പോകത്തില്ല, ചെറിയ അച്ഛൻ പോകുമ്പോൾ തന്നെ പെട്ടെന്നൊന്നും തിരിച്ചു വരാനും പോകുന്നില്ല. നീ എങ്ങനെയെങ്കിലും അടുത്തുകൂടി കുറച്ച് അടിച്ചു മാറ്റാൻ നോക്ക് എന്നിങ്ങനെ പറയേ. അപ്പം നമ്മുടെ നന്ദിനി പറയുന്നുണ്ട്, നല്ല കൊച്ചുമോൻ, നിങ്ങളുടെ അച്ഛമ്മ എന്നെ അടുപ്പിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിന് കാരണം നിൻ്റെ ഈ പെരുമാറ്റമൊക്കെ തന്നെയാണ്.
ഈ യാത്രയോട് കൂടി നമ്മൾ അച്ചമ്മയായിട്ട് പുതിയൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പോവാന്നങ്ങ് തീരുമാനിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വിനായകൻ ഇങ്ങനെ നന്ദിനീനെ പ്രലോഭിപ്പിക്കുകയാണ്. നീ വാ, വന്ന് ഡ്രസ്സ് എടുത്ത് വെക്ക് എന്നിങ്ങനെ വിനായകൻ പറയുമ്പോൾ നമ്മുടെ നന്ദിനി പറയുകയാണ്, അലമാരയിൽ ഞാനെല്ലാം കവറിനകത്താക്കി വെച്ചിട്ടുണ്ട്, ഇനി പോകാൻ നേരത്തെ ആ കവർ എടുത്ത് പെട്ടിലോട്ട് വെച്ചാൽ മതി എന്നിങ്ങനെ പറയുവേ. എടി കള്ളി, എന്നിട്ടാണ് എന്നോട് വരുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പോഴത്തേക്കും നന്ദിനി പറയുക, നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയണമല്ലോ, അതിനങ്ങനെ പറഞ്ഞെന്ന് പറയുവേ. കൊച്ചു കള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് വിനായകൻ കവളത്ത് പിടിച്ചെന്ന് നുള്ളൊക്കെ ചെയ്തിട്ട് ബാഗ് നമ്മുടെ അലമാര പോയി തുറന്നിട്ട് കവറൊക്കെ എടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കും നമ്മുടെ നേരം വെളുത്തിട്ട് നമ്മുടെ വീടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കും നമ്മുടെ വിക്രവും വേദയും കിടന്ന് ഉറങ്ങുവാണ്. പെട്ടെന്ന് തന്നെ കണ്ണ് തുറന്നിട്ട് വേദ ഇങ്ങനെ എണീക്കും കേട്ടോ. എന്നിട്ട് പിന്നെ എണീച്ചിട്ട് കരാകരേ വസതേ ലക്ഷ്മി പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നിട്ട് നമ്മുടെ കൈയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനും നമ്മുടെ വിക്രം ഇങ്ങനെ എണീച്ചിട്ട് ഇവളെന്താ ഈ ചെയ്യുന്നതെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേദ കാണാതെ തന്നെ വീണ്ടും കണ്ണടച്ചിട്ട് കിടക്കുവാണ് വിക്രം. എന്നിട്ട് നമ്മുടെ വേദ വിക്രത്തിനെ നേരെ നോക്കിയിട്ട് ഇതുവരെ എണീച്ചില്ലെന്ന് ഇങ്ങനെ വിചാരിക്കുവേ. എന്നാൽ ഒന്ന് എണീപ്പിച്ചാലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദ എണീച്ച് പോയിട്ട് നമ്മുടെ ജഗ് എടുത്ത് വെള്ളം മുഖത്ത് വയ്ക്കാം. എന്നിട്ട് വിക്രം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് റെക്കോർഡ് ചെയ്തിട്ട് അച്ചമ്മയെ കേൾപ്പിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അപ്പം ഇതെല്ലാം വിക്രം കേൾക്കുന്നുണ്ട്. എന്നിട്ട് മൊബൈൽ എടുത്തിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നതൊക്കെ നമ്മുടെ വിക്രം ഇങ്ങനെ കാണുന്നുണ്ട്. ഇത്തിരി അഹങ്കാരം കൂടുതലാണെന്നും പറഞ്ഞുകൊണ്ട് ജഗ്ഗിൽ നിന്ന് വെള്ളം എടുത്ത് കൈക്കുമ്പിളിലാക്കുവേ. എന്നിട്ട് വെള്ളം കൊണ്ട് ഇങ്ങനെ ചെല്ലുമ്പോഴത്തേക്കിനും നമ്മുടെ വിക്രം എണീച്ച് ഇങ്ങനെ കൈയൊക്കെ കുത്തിയിട്ടിരിക്കുക കേട്ടോ. അന്നേരത്തേക്കിനും വേദ പെട്ടെന്ന് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് കൈക്കുമ്പിളിൽ വെള്ളം ഉണ്ടല്ലോ, നമ്മളൊക്കെ അമ്പലത്തിൽ പോയി കഴിയുമ്പം കൈക്കുമ്പിളിൽ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ നല്ല ശാന്തി തരുമ്പോൾ നമ്മൾ തലയിലൊക്കെ ഒഴിച്ചിട്ട് വെള്ളം കുടിക്കുമല്ലോ, അതുപോലെ പെട്ടെന്ന് വേദയും അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് വിക്രത്തിന് മുഖത്ത് നോക്കി പറയുവേ, പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഒരു തുള്ളി ജലം ഇങ്ങനെ കുടിക്കണമെന്ന് ഇങ്ങനെ ആചാരം ഉണ്ടല്ലോ. അപ്പം വിക്രം ഇങ്ങനെ തല ഇങ്ങനെ ആട്ടിൽ പറയാം മൂന്ന് പറയേ. എന്നിട്ട് എപ്പോഴാണ് എണീച്ചതെന്ന് ഇങ്ങനെ വേദ ചോദിക്കും കേട്ടോ. എന്നെ വെള്ളം കുടിപ്പിക്കാൻ നീ നേരത്തെ എണീക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ 10 മിനിറ്റ് മുന്നേ എണീച്ചിട്ട് കിടന്നതാണ് ഞാൻ എന്നിങ്ങനെ പറയുവേ. എന്നിങ്ങനെ വേദ പറയുവേ. അപ്പോഴത്തേനും നമ്മുടെ വിക്രം പറയേ, അതുകൊണ്ട് തന്നെ നീ പറഞ്ഞേക്കാൻ ഞാൻ കേൾക്കുകയും ചെയ്തു എന്ന് പറയുവേ. മൊത്തം കേട്ടോന്ന് ചോദിക്കുവേ. അന്നേരം പറയും കേട്ടു. ഞാൻ ചീത്ത വിളിച്ചെന്നാൽ അന്ന് റെക്കോർഡ് ചെയ്യാൻ വരെ റെഡിയായിട്ട് നിൽക്കുമെന്ന് അതും മനസ്സിലായി എന്ന് പറയുവേ. നന്നായി, ഇനി അങ്ങോട്ടേക്ക് ഒരു ശ്രദ്ധ നല്ലതാ കേട്ടല്ലോ എന്നിങ്ങനെ പറയുവേ. ശ്രദ്ധിച്ചിട്ടും കാര്യമൊന്നുമില്ല, രാവിലെ എണീറ്റ് നോക്കുന്നത് നിന്റെ മുഖമല്ലേ, അപകടം വണ്ടി വിളിച്ചു വരും. അതെ, വന്നില്ലെങ്കിൽ ഞാൻ ഫോൺ ചെയ്ത് വരുത്തും എന്ന് പറയണേ വേദ. എന്നിട്ട് വേദ ചെക്കിനകത്ത് നിന്ന് ഒരു കുമ്പിളിൽ വെള്ളം എടുത്തിട്ട് വിക്രത്തിൻ്റെ മുഖത്തേക്ക് ഒഴിക്കുവേ. എന്നിട്ട് പറയും, ഇത് തമാശയായിട്ട് കൂട്ടിയാൽ മതി, ഇനി അപകടം വരാൻ പോകുന്നതേ ഉള്ളൂ, വെട്ടുപോത്ത് റെഡി ആയിട്ടിരുന്നു എന്ന് പറയുവേ. പിന്നെ വേദ പെട്ടെന്ന് റൂമിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് വാതൊക്കെ ചെല്ലുവേ. എന്നിട്ടൊന്ന് തിരിഞ്ഞു നോക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും ഇങ്ങനെ വിക്രം ഇങ്ങനെ നോക്കുവാണ് വേദ നോക്കുന്നത്. എന്നിട്ട് പൊടിയെന്ന് പറയുവേ. അപ്പോൾ പോടാന്ന് പറഞ്ഞിട്ട് വേദ ഇറങ്ങി പോവേ. അപ്പോഴത്തേക്കും നമ്മുടെ വിശ്വം അങ്ങോട്ടേക്ക് കയറി വരുവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, കാപ്പിയില്ലേ ശ്രീജ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ദോശയുടെ മണമൊക്കെ അടിച്ചിട്ടാണ് വരുന്നത്. ദോശ സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് മൂടിയൊക്കെ തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. കാപ്പി ചൂടാറിയല്ലോ എന്നിങ്ങനെ പറയാം. ചൂടാക്കണോ വിശ്വട്ടാന്ന് ചോദിക്കുക. അല്ല വേണ്ട, നിനക്ക് നല്ല തിരക്കല്ലേ, പോകുമ്പോഴത്തേക്കിനും ഇതെല്ലാം ഉണ്ടാക്കി കഴിയണ്ട, ഇപ്പം നല്ല തിരക്കാണ് ശ്രീജയും പറയുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടുപോകാനുള്ളതാണല്ലോ, വഴി വെച്ച് കഴിക്കണ്ടേ, വേണ്ടേന്ന് ചോദിക്കുവേ. എൻ്റെ ശ്രീജയെ വഴിയിൽ നല്ല വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കുവേ. നല്ല മുളക് ചമ്മന്തിയിൽ മസാല ദോശ ഇങ്ങനെ മുക്കി കഴിക്കുന്ന കാലമൊക്കെ മറന്നു എന്നിങ്ങനെ പറയുവേ. വിശ്വേട്ടന് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഇതിൻ്റെ കൂടെ വെക്കട്ടെ, മതിയോ എന്നൊക്കെ ശ്രീജ ചോദിക്കുവേ. നിൻ്റെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതിൻ്റെ സ്വാദല്ല ഉടുപ്പി ഹോട്ടലിലെ നമ്മുടെ മസാല ദോശയ്ക്ക്. അതിനെ ആസ്വദിക്കണമെങ്കിലേ സ്വന്തം കയ്യിൽ അല്ലെങ്കിൽ സ്വന്തം പോക്കറ്റിൽ കാശുണ്ടാകണം, അല്ലാതെ വല്ലവൻ്റെയും പോക്കറ്റിലെ കാശ് നോക്കിയിട്ടല്ല എന്നൊക്കെ ഇങ്ങനെ ശ്രീജ ഒരു മൊന വെച്ചിട്ട് സംസാരിക്കും കേട്ടോ. അതിന് ഈ യാത്രയുടെ ചിലവ് മുഴുവൻ അച്ചമ്മ വഹിക്കാമെന്ന് പറഞ്ഞതല്ലേ, പിന്നെന്താന്ന് ചോദിക്കുക. അന്നേരം നമ്മുടെ ശ്രീജ പറയും, നാണല്ലോ വിശ്വേട്ടാ. എന്നിട്ട് ഇങ്ങനെ ആ വായി തന്നെ ചോദിക്കുന്നുണ്ട്, അച്ചമ്മയ്ക്ക് കൊടുക്കാൻ നമ്മളല്ല പിന്നെ വേറെ ആരാ ഉള്ളത് ശ്രീജ എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളെങ്ങനെ അച്ചമ്മയുടെ ചിലവിൽ ഹോട്ടൽ ഭക്ഷണം കഴിക്കേണ്ട, എല്ലാവർക്കും ഉള്ളത് ഞാനിവിടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. മതി, എനിക്ക് നിർബന്ധമൊന്നുമില്ല, അത് കഴിച്ചാൽ മതി. എന്നാൽ വിശ്വേട്ടൻ ചെല്ല്, ആ പെട്ടിയൊക്കെ എടുത്ത് വെളിയിലോട്ട് വെക്കുക, എന്നിട്ട് കുളിച്ച് റെഡിയായിട്ട് പോകാനായിട്ട് റെഡിയായി നിൽക്കുക. എല്ലാവരും ഇറങ്ങുന്ന സമയത്തെ കുളിച്ച് റെഡിയായിട്ട് നിന്നാൽ ആ ചീത്തവിളിയെങ്കിലും ഒഴിവാക്കാൻ പറ്റും എന്നിങ്ങനെ പറയുന്നുണ്ട്.
അപ്പോഴത്തേക്ക് നമ്മുടെ വിശ്വം പറയേ സൈഡ് നോക്കി മറിച്ചിട്, ഇല്ലെങ്കിൽ ദോശ കരിഞ്ഞ് പോകും എന്ന് പറയും കേട്ടോ. എന്നിട്ട് വിശ്വം അങ്ങോട്ടേക്ക് പോവുക. പിന്നീട് കാണിക്കാൻ നമ്മുടെ വിനായകൻ ഇങ്ങനെ വണ്ടി ട്രാവലർ വന്നു കേട്ടോ. അപ്പോഴത്തേക്കിനും ഇങ്ങനെ ഗേറ്റിനുള്ളിലേക്ക് സൈഡ് നോക്കി വരട്ടെ, ഉള്ളിലേക്ക് കയറട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി ഉള്ളിലേക്ക് കയറ്റുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുക, എടാ വിനായക, വണ്ടിയിൽ AC ഉണ്ടോ എന്ന് ചോദിക്കുക. ഉണ്ട് അച്ഛമ്മ എന്ന് പറഞ്ഞ് വരുവേ. അതിനുശേഷം ഇങ്ങനെ പറയുക, എടാ വണ്ടിയിൽ ഇങ്ങനെ പാട്ടൊക്കെ വയ്ക്കുമ്പോഴത്തേക്കിനും മിന്നുന്ന കളർ ലൈറ്റൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുക. അത് പിന്നെ നോക്കട്ടെ എന്നിങ്ങനെ വിനായകൻ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ ട്രാവലറിൻ്റെ ഡ്രൈവർ വന്ന് ഇറങ്ങിയിട്ട് പറയുക, അമ്മമ്മ യൂത്ത് വൈബിൻ്റെ ആളാണല്ലേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അതേടാന്ന് ഇങ്ങനെ പറയുവേ. പിന്നെ ഇങ്ങനെ നമ്മുടെ വിക്രം കഥ തുറന്ന് വരുവാണേ. നീ ഇതുവരെ റെഡി ആയില്ലേന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ വിനായകൻ പറയും, അച്ഛമ്മത്ത് നോക്ക്, സാരി ചുറ്റി മൊബൈലും പിടിച്ച് കൂളിംഗ് ഗ്ലാസും വെച്ച് ഇത്ര നീളത്തിലുള്ള വടിയും പിടിച്ച് നിൽക്കുന്നത് കണ്ടില്ല എന്നൊക്കെ ചോദിക്കുക. അതിനെന്താടാ കുഴപ്പം എന്നിങ്ങനെ പറയേ. ഒന്ന് ഒരുങ്ങി ഇറങ്ങിയാലേ നിന്റെ കെട്ടുകളെ കഴിഞ്ഞ സുന്ദരി ഞാൻ തന്നെയാ എന്നിങ്ങനെ പറയും കേട്ടോ. അയ്യോ, അതിന് ഞാൻ കുറ്റമായിട്ട് പറഞ്ഞതല്ല അച്ഛമ്മ എന്നിങ്ങനെ വിനായകൻ പറയും. അന്നേരത്തേക്കിന് അച്ഛമ്മ പറയും, നീയും നിന്റെ ഭാര്യയും എങ്ങനെയാ പറയുന്നതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുവേ. എടാ വിക്രം, ഇനി നീ മാത്രമേ ഒരുങ്ങാനുള്ളൂ എന്ന് പറയുക. അപ്പോഴത്തേക്കും ഞാൻ 10 മിനിറ്റിനുള്ളിൽ റെഡിയാവും അച്ഛമ്മ എന്ന് പറയും കേട്ടോ. എന്നാൽ പെട്ടെന്ന് റെഡിയാവും എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ അങ്ങോട്ടേക്ക് പോകും കേട്ടോ. എടേ, അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അച്ഛമ്മ നമ്മുടെ കൂടെ തന്നെ കാണുമോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വിനായകൻ പറയുക. എന്നിട്ടും വിക്രം അത് മൈൻഡ് ചെയ്യാതെ പോകും കേട്ടോ. അപ്പോഴത്തേക്കിനും വീണ്ടും പറയും, ഇപ്രാവശ്യം പോയിട്ട് വരുമ്പോഴത്തേക്കിനെ നമുക്ക് കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കണം. എടാ, ചെറിയച്ഛൻ ബോംബെയിലാണ്. ചെറിയച്ഛൻ ഇനിയിപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാലും സ്വത്തും ഓഹരിയൊന്നും വേണ്ടായിരിക്കും. ഇനി അച്ഛൻ്റെയും അച്ഛമ്മയുടെയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ പറമ്പ് എത്ര വരുമെന്നാണ് നിൻ്റെ വിചാരം എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വിക്രം പറയും, അതൊന്നും എനിക്കറിയത്തില്ല, അതൊന്നും ഞാൻ നോക്കിയിട്ടില്ലെന്ന് ചുറ്റുപാടുമൊക്കെ നോക്കിയിട്ട് പറയുവേ. എന്നാൽ അതൊക്കെ നീ ആലോചിച്ച് തുടങ്ങണം എന്നൊക്കെ ഇങ്ങനെ വിനായകൻ പറയുവേ. നമ്മൾ വെളിയിൽ വിടാതെ നിൽക്കുന്നത് അച്ഛൻ്റെ ദുരഭിമാനം കൊണ്ടല്ലേ. കളരിക്കൽ തറവാട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിൻ്റെ വിചാരം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവേ. അച്ഛനെ തിരിച്ച് തറവാട്ടിലെത്തിച്ച് അച്ഛമ്മയുടെ ഭാഗം അച്ഛൻ്റെ പേരിലേക്ക് എഴുതി വാങ്ങാം എന്നാണോ തീരുമാനം എന്നിങ്ങനെ ചോദിക്കുവേ. അച്ഛൻ്റെ സ്വത്തേ അത് നമുക്കും കൂടെ അവകാശപ്പെട്ടതാ എന്നിങ്ങനെ വിനായകൻ പറയും കേട്ടോ. പൂർവിക സ്വത്ത് അങ്ങനെ വേണ്ടാന്ന് വെക്കാനൊന്നും ഒരാൾക്കും പറ്റത്തില്ല എന്നും കൂടെ പറയുവേ. പാട്ടത്തിനെടുത്ത പറമ്പിൽ പണിയെടുത്തും പെൻഷൻ കാശ് കിട്ടുന്നതും കൊണ്ടും ഇങ്ങനെ ബുദ്ധിമുട്ടിയേ ജീവിക്കത്തുള്ളൂ എന്നിങ്ങനെ വാശി പിടിക്കുന്നത് എന്തിനാന്നിങ്ങനെ വിനായകൻ ചോദിക്കുവാണേ. അപ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ടേ, ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നും അല്ലല്ലോ ഇത്. കല്യാണം കഴിഞ്ഞ കാലം മുതൽക്ക് തന്നെ അച്ഛൻ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പോകുന്നത് എന്നിങ്ങനെ പറയുവേ. എടാ, മക്കൾക്ക് മക്കളായില്ലേ, ഇനി അതിലൊക്കെ വാശി വേണോ എന്നിങ്ങനെ ചോദിക്കുക. എന്നാൽ നമ്മുടെ വിക്രം പറയുന്നുണ്ട്, എനിക്ക് പൂർവിക സ്വത്തിനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, അതുകൊണ്ട് എന്നെ എൻ്റെ പാട്ടിന് വിട്ടേക്കാൻ പറയുവേ. എന്നിട്ട് വിക്രം അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കിനും നമ്മുടെ വിനായകൻ പറയേ, സാമ്പത്തിക ഭദ്രതയെ പറ്റിയിട്ട് വീണ്ടും വിചാരമില്ലാത്ത കഴുത എന്നൊക്കെ പറഞ്ഞിട്ട് മുണ്ടൊക്കെ മടക്കി കുത്തുവാണേ. ഇളിച്ചുകൊണ്ട് നിൽക്കാതെ വണ്ടി ഓടിക്കേണ്ടതാണ്, അത് തണുപ്പിച്ചിട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രൈവറിൻ്റെ അടുത്തും പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന നമ്മുടെ മാഷിനെ കേട്ടോ. നമ്മുടെ മാഷ് ഇങ്ങനെ ഒരുങ്ങാതെ നമ്മുടെ റൂമിൽ തന്നെ ഇരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കമലമ്മ ഒരുങ്ങിയിട്ട് സാരിയൊക്കെ കൊടുത്തിട്ട് വരുന്നുണ്ട്. എന്നിട്ട് മാഷ് ഇതുവരെ ഒരുങ്ങിയില്ലേ, എല്ലാവരും റെഡിയായി, വണ്ടിയൊക്കെ വന്നു എന്ന് പറയും കേട്ടോ. പതിവില്ലാതെ നമ്മുടെ അമ്മ എല്ലാവരെയും കൂട്ടി തറവാടിലേക്ക് പോവുകയാണ്. ഇതൊക്കെ എന്തിനാ വെറുതെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അന്നേരത്തേക്കിനും നമ്മുടെ കമലമ്മ പറയുവേ, ഇതൊക്കെ എന്നോടല്ല അമ്മയോട് ചോദിക്കണ്ടേ, മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്ന ഉസിരൊന്നും അമ്മയുടെ അടുത്ത് നടക്കില്ലല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ. ഇനിയിപ്പോൾ അത് വേണ്ടാന്ന് മാഷ് തീരുമാനിച്ചാലും അമ്മ അത് നടത്തിയിരിക്കും, അത് മാഷിനും അറിയാവുന്നതല്ലേ. ഈ യാത്ര ഒഴിവാക്കേണ്ടതായിരുന്നു കമല, എന്തെങ്കിലും പറഞ്ഞിട്ട് ഇനി അത് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് നോക്കുക എന്നിങ്ങനെ മാഷ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുവാണേ. വിക്രം വേദയുടെ കഴുത്തിൽ ബലമായി കിട്ടിയ താലിയുടെ പുറത്താണ് ആ കുട്ടി ഇവിടെ വന്ന് താമസിക്കുന്നതെന്നുള്ള വിവരം അമ്മയ്ക്കറിയില്ല. അമ്മ കരുതിയിരിക്കുന്നത് അവർ തമ്മിൽ പ്രേമിച്ച് വിവാഹം കഴിച്ചതെന്നല്ലേ. ഈ യാത്രക്കിടയിൽ എന്താണെങ്കിലും അമ്മ സത്യം അറിയും. നമ്മളെല്ലാവരും ചേർന്നിട്ട് അമ്മയെ പറ്റിക്കുവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞെന്ന് നിനക്കറിയാമല്ലോ കമല, അമ്മയ്ക്കത് സഹിക്കാൻ പറ്റില്ല. ആ കാര്യത്തിൽ നിങ്ങളൊന്നും ഓർത്ത് ബേജാറാവണ്ട. അമ്മ ഇനി അഥവാ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എന്താണ് പറയേണ്ടതെന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊള്ളാം എന്നിങ്ങനെ കമലയും പറയുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ് നമ്മൾ ആദ്യം പോയതും ആ വീട്ടിലേക്ക് തന്നെയല്ലേ. നമ്മുടെ 2 മക്കൾ പോയതും അവിടേക്ക് തന്നെയാണ്. വിക്രത്തിനായിട്ട് ആ ഭാഗ്യം ഇല്ലാതായില്ലല്ലോ. ഞാൻ അങ്ങനെ കരുതുന്നുള്ളൂ മാഷേ എന്നിങ്ങനെ പറയുവേ. മാഷ് വേഗം റെഡിയാവാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് കമല അവിടെ നിന്ന് എണീച്ചു പോവേ. പിന്നീട് കാണിക്കുന്ന നമ്മുടെ വിശ്വവും വിനായകവും എല്ലാം നമ്മുടെ പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് വരുവാണേ. എന്നിട്ട് വിനായകൻ പറയുന്നുണ്ട്, ഇതെന്താ പാറക്കല്ല് മാതിരി ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ.
എന്നിട്ട് സാധനം എല്ലാം എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കിനും വിഷു ഇങ്ങനെ പാതി വഴിക്ക് എത്തി കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രീചേട്ടത്തി ഇപ്പം ബിഷോപ്പർ നിറച്ച് നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ പെട്ടി അവിടെ വെച്ചിട്ട് ഈ ബിഷോപ്പർ ഇങ്ങോട്ടോ ഞാൻ പിടിക്കാമെന്ന് പറയുക. അപ്പോഴത്തേക്കിനും നമ്മുടെ വിനായകൻ പറയും കേട്ടോ, ആരും കൊണ്ടേ വണ്ടിയെ വെച്ച് കഴിഞ്ഞാലും അത് കുഴപ്പമൊന്നുമില്ല, ഉണ്ണാൻ എടുക്കുമ്പോഴത്തേക്കിനും വിഷുവേട്ടനും തരും എന്ന് പറയുവേ. അപ്പം നമ്മുടെ വിഷയം പറയുകയാണ്, ഇത് ശരിക്കും വെച്ചില്ലെങ്കിൽ അത് മറിഞ്ഞൊക്കെ പോകും, പിന്നെ കറിയെല്ലാം പോകും, അതുകൊണ്ട് ഞാൻ തന്നെ കൊണ്ടുപോയി വെക്കാമെന്ന് പറഞ്ഞിട്ട് പെട്ടി അവിടെ വെച്ചിട്ട് ബിഗ് ഷോപ്പർ എടുത്തുകൊണ്ട് പോകും കേട്ടോ. പിന്നീട് നമ്മുടെ അച്ഛമ്മ ഇറങ്ങി വരുവാണ്. എന്നിട്ട് പിന്നെ സുധാകരൻ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് സുധാകരനും ഇറങ്ങി വരുന്നുണ്ടേ. വാതിലും കൂടെ പൂട്ട് കമല എന്നൊക്കെ പറയും കേട്ടോ. വണ്ടിയിൽ കയറുന്നതിന് മുന്നേ എല്ലാവരും കൂടെ ഒരു സെൽഫി ആവാം എന്താന്നൊക്കെ ചോദിക്കുവേ. സുധാകരൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. അതൊക്കെ വേണോ അമ്മയെന്ന് ചോദിക്കുവേ. അന്നത്തേക്കിനും അമ്മ പറയേ, നീ എന്തൊരു അരസികനാടാ, അതൊക്കെ വേണ്ടേ, ഒരു ജേർണിയല്ലേ, ഒരു യാത്രയല്ലേ പോകുന്നത് എന്നൊക്കെ പറയുവേ. ജീവിതത്തിൽ ഇങ്ങനെയുള്ള നിമിഷങ്ങളൊന്നും എപ്പോഴും ഉണ്ടാവത്തില്ല, അതുകൊണ്ടാണ് മനുഷ്യരതെല്ലാം ഫോട്ടോയിലാക്കി വെക്കുന്നത്. പിന്നീട് എടുത്ത് നോക്കുമ്പം ഇങ്ങനെയൊക്കെ ജീവിച്ചല്ലോ എന്നോർത്ത് സന്തോഷിക്കാമെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുവേ. എല്ലാവരും ഇങ്ങ് വന്ന് നിന്നെ നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി നല്ലൊരു സെൽഫിയൊക്കെ എടുക്കുന്നുണ്ടേ. അപ്പോഴത്തേക്കിനാണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു കാറ് വരുന്നത് കേട്ടോ. നോക്കുമ്പോഴത്തേക്കും നമ്മുടെ വേദയുടെ മുത്തശ്ശിയാണ് വരുന്നത്. അപ്പോൾ വേദ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് മുത്തശ്ശിന്ന് വിളിക്കും കേട്ടോ. എന്നിട്ട് മുത്തശ്ശിയോട് പറയും, ഇതാണ് എൻ്റെ മുത്തശ്ശി എന്ന് പറയേ. മുത്തശ്ശി ഇത് വിക്രത്തിൻ്റെ അച്ചമ്മ എന്നും പറയുവേ. അപ്പോഴത്തേക്കും നമ്മുടെ അച്ചമ്മ മുന്നിലോട്ട് ചെന്നിട്ട് പറയുവേ, എൻ്റെ പേര് അമ്മണി അച്ചമ്മ എന്നെല്ലാവരും വിളിക്കുമെന്ന് പറയും കേട്ടോ. വേദയുടെ മുത്തശ്ശി വന്നത് വല്ലാത്തൊരു സമയത്തായി പോയല്ലോ. ഞങ്ങളെല്ലാവരും കൂടി തറവാട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുമായിരുന്നു എന്ന് പറയുവേ. കമലെ കുഴപ്പമില്ല, സാരമില്ല, വാതിലൊന്നും തുറക്കുക എന്ന് പറയുക മുത്തശ്ശിയെ. അയ്യോ അതൊന്നും സാരമില്ല, പോകാൻ ഇറങ്ങിയതല്ലേ, അത് കുഴപ്പമില്ല എന്ന് പറയുവേ. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശിയും പറയും കേട്ടോ, അതൊന്നും സാരമില്ല. അപ്പോഴത്തേക്കും നമ്മുടെ കമലമ്മയും പറയുവേ, ഇതുവരെ വന്നതല്ലേ, ഒന്ന് കയറിയിട്ട് പോകാമെന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ മുത്തശ്ശി പറയുവേ, വേണ്ട, ഞാൻ ചിദംബരനാഥ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് പോയപ്പോഴത്തേക്കിനും ഇവിടെ ഒന്ന് കയറണമെന്ന് തോന്നി, വേദന ഒന്ന് കാണണമെന്ന് തോന്നി, അങ്ങനെ വന്നതാന്ന് പറയുവേ. അത് ശരി, അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മോളെ കണ്ടാൽ മതി, നമ്മുടെ കുട്ടീനെ കാണണ്ടല്ലേ എന്നൊക്കെ പറയുവേ. അങ്ങനെയല്ല എന്നൊക്കെ പറയും നമ്മുടെ സാവിത്രി അമ്മയും അങ്ങനെയൊക്കെ പറയും കേട്ടോ. അതിനുശേഷം നമ്മുടെ മുത്തശ്ശി പറയേ, സാവിത്രി വരുന്നതൊക്കെ ശരി, അപ്പോൾ വേദയുടെ അച്ഛനും അമ്മയും വന്നില്ലല്ലോ എന്ന് ചോദിക്കുവേ. അപ്പോഴത്തേക്കിനും പറയാം, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അച്ഛന് അറിയാലോ കാര്യങ്ങളൊക്കെ, ഒന്ന് ആയി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ. പത്മത്തിന് അങ്ങനെ എതിർപ്പൊന്നുമില്ല, പിന്നെ ശങ്കരൻ്റെ കാര്യം പറയണ്ടല്ലോ, പെട്ടെന്ന് അങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ എന്നിങ്ങനെ പറയുവേ. അപ്പോഴത്തേക്കിനും നമ്മുടെ മുത്തശ്ശി ചോദിക്കും, പെട്ടെന്നോ? കുട്ടികൾ പ്രേമത്തിലായത് പെട്ടെന്നാണോ? അവരെ നിങ്ങൾ വേറെ കല്യാണം കഴിച്ചു കൊടുക്കാനായിട്ട് നോക്കിയപ്പോൾ അവരുടെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു, അതല്ലേ സത്യം എന്നിങ്ങനെ അച്ചമ്മ മുത്തശ്ശിയോട് ചോദിക്കുവാണേ. അപ്പോഴത്തേക്കിനും എല്ലാവരും ഇങ്ങനെ പരസ്പരം മുഖം നോക്കി ഇങ്ങനെ നിൽക്കുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, താങ്ക്